സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഫിൽസ് അറ്റ് ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നേക്കണ ഒരു ക്വാറന്റൈൻ സോൺ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സോംബീസ് ഗെയിമാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞൊന്നും നീട്ടിടുന്നില്ല, നേരെ നമുക്ക് ഗെയിമിലിട്ട് പോകാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യുക, സബ് ചെയ്തൊന്നും പറയണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഹൈപ്പും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹൈപ്പ് അടിച്ചു ആ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെ പോവാം. ഗെയിം ഇവിടെ സ്റ്റാർട്ടായി ഗൈസ്. ഓക്കെ, നമുക്ക് അതിനൊരു വാക്ക് ടോക്കിയിട്ടുണ്ട്. ഓക്കെ മേജർ. ഓക്കെ സർ എന്താണ് സാർ? ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ മേജർ സാർ പറയുന്നത് നമ്മുടെ ചെക്ക് പോയിന്റ് അടുത്ത് വന്നിട്ട് അവിടെ പോയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഗൈസ് നമ്മുടെ അടുത്ത്. അതും ഇതിൻ്റെ ഒരു 6 മാസം മുന്നേ ഞാൻ എന്താണ് സുഖം എന്താണ്ട് പറയണ്ടല്ലോ. ഓക്കെ സുഖം എന്താണ്ട് പറഞ്ഞത്. ഓ ഗൈസ്, ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ആരെ കാച്ചാനായിട്ട് ഇത് കൊടുക്കണമെന്ന് വെച്ചേക്കണം. സുഖം എന്താണ്ട് കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ നോക്കിക്കോളെ, ഞാൻ ഡീൽ ചെയ്തോളാം. ഓക്കെ ഇതാണെങ്കിൽ ഒരു 6 മാസം മുന്നേ ഞാൻ 7 മാസം മുന്നേ ഇതിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഡെമോ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഡെമോയിൽ എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം, പക്ഷെ ഡെമോയിൽ നമുക്ക് എല്ലാ സാധനവും ഒറ്റയടിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇതെന്തെങ്കിലും ട്യൂട്ടോറിയൽ പറയണതാണ് ഗൈസ്. അപ്പം ഞാൻ ഇതെന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് വിട്ടെ, എന്തെങ്കിലും ഇവൻ എന്തെങ്കിലും എന്തൊക്കെ തേങ്ങ ഇടാൻ പറഞ്ഞ അപ്പം ഇവനെന്തെങ്കിലും സ്കിപ്പ് ചെയ്ത് വിട്ടേട്ടാ. അടുത്തുള്ളപ്പോൾ നോക്കിയത് എന്തെങ്കിലും ഒന്നുമില്ല, അവന്മാർ പറയണ പോലെ സാധനം ഇടാനാണ്, വേറെ ഒന്നുമില്ല. കണ്ട് നമ്മളല്ല, ഇത് ഓട്ടോമാറ്റിക് ചെക്ക് ചെയ്യണതാണ്. അവർ നമ്മൾ കോർഡിനേറ്റ്സ് കോൾ ഇട്ടിട്ടുണ്ടോ? ഓ ഗൈസ്, ഇതാരാണ്? ഹലോ മാം കൊള്ളാട്ടാ. കൊള്ളാട്ടാന്ന് പറയുന്നത് ആ കൊള്ളാട്ടല്ല, ഞാൻ പറഞ്ഞാൽ ഒന്നും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, കണ്ണൊക്കെ പക്ക സീനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സർവൈവൽ ബ്ലോക്കിലിട്ട് വിടാമെന്നാണ് എനിക്ക് തോന്നണേ. കാര്യം പറഞ്ഞോണ്ടിങ്ങനെ ചലച്ചോണ്ടിരിക്കണേ. ഇതാണ് എനിക്ക് പൊളിയാണത്. നമ്മൾ ഫാസ്റ്റാണ്. ഇവന്മാർ ഈ കഥയും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ടൈമില്ല, നമുക്ക് വേറെ പണിയുള്ളതാണ് അല്ലേ ഗൈസ്. അവൾ നമ്മളെന്തെങ്കിലും സർവർ ബ്ലോക്കിലിട്ടുണ്ട്, മറ്റൊരു നമ്മളെന്തെങ്കിലും ക്വാറന്റൈൻ സോളായിട്ട് ഇട്ടത്. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത്. എൻ്റെ പൊന്നോ മച്ചാനെ, ഞാനിവിടെ ഇതിന്റെ A to Z കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കണേ കേട്ടാ. എങ്കിൽ വണ്ടിയുടെ A to Z P എന്താ? ഓ വായിത്താളോ, അങ്ങനെ റെഡ് ഐസ് അങ്ങ് മാർക്ക് ചെയ്യുക. പിന്നെ വേറെ എന്താണ് ഇവനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടേട്ടാ, സെർച്ച് ചെയ്തിട്ട് ഇവനാ. ഓക്കെ, ഓ ഒന്നുമില്ല സാർ ഒന്നുമില്ല. ഞങ്ങളുടെ ക്യാമ്പിലായിട്ട് സാറിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ചായയും കടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി സാറ് കഴിക്കണം. നമുക്കൊന്ന് പോയി നോക്കട്ടെ സാറ്. ഇതിൻ്റെ അകത്താണ് ചായയും കടിയും. ഓ പാവം, ചായയും കടിയും കഴിക്കാൻ വേണ്ടി ഓടിച്ചെന്നായിരിക്കും. ഒയ്യോ, അവൻ്റെ വെടിക്കെട്ട് തീർന്ന്. ഒരു കുറച്ച് വായത്താളും കൂടുതലായിരുന്നു ഗൈസ്. നോക്കട്ടെ ഏട്ടാ, ഇവനെന്താണ് ഇവിടെ കൊടുന്ന ഒച്ചപ്പാടാ? ഇല്ല, നമുക്കാണെങ്കിൽ നാളെ അവനെ നോക്കാട്ടാ ഗൈസ്. അടുത്താളോ. ഒയ്യോ ഗൈസ്, ഞാൻ ഗെയിം എന്നാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. ഓ ഗൈസ്, അവൻ്റെ കണ്ണ് നോക്കി, കണ്ണ് മഞ്ഞ കളറ്. പിന്നെ വേറെ ഇഷ്യൂ ഒന്നുമില്ല, കണ്ണ് മഞ്ഞ. പിന്നെ എൻ്റെ മുഖത്ത് ചെറിയൊരു ഇതുണ്ട്, അത് സീല. അപ്പോൾ ഇവനെന്തെങ്കിലും നമുക്ക് നമ്മുടെ സർവർ ബ്ലോക്കിലിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ പറഞ്ഞത്, സോറി ക്ഷമിക്കണം, എന്നാൽ 2-3 പേര് വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പറയണേ ഗൈസ്. ഇവൻ്റെ മുഖത്ത് ഓ സാർ കുഴപ്പമില്ല, സാറിന് ചായയും കടിയുണ്ട്. ഞങ്ങളുടെ ക്യാമ്പിലോട്ട് വരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വരുന്നവർക്ക് എല്ലാവർക്കും ചായയും കടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സാറിന് ചായയും കടിയും. ഒന്നും കുഴപ്പമൊന്നുമില്ല, സാർ പോയിട്ട് ചായയും കടിയും കഴിച്ചിട്ടാണ് ഗൈസ്. ഗെയിം എന്താണെന്ന് പറഞ്ഞത്, ഗെയിമിൻ്റെ വെച്ചാൽ നമ്മളിവിടെ സോംബി ഔട്ട് ബ്രേക്ക് വന്നു കാരണം അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ്. നമ്മുടെ ക്യാമ്പിലായിട്ട് ഇങ്ങനെ സർവൈവ് ചെയ്ത ആൾക്കാർ വരുമല്ലോ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ ക്വാറന്റൈൻ സോണുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ കൊന്നാൽ നിങ്ങൾ ഓൾറെഡി കണ്ട് ഗൈസ്. നമുക്ക് നേരെ കിടന്നുറങ്ങാം ഗൈസ്. നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് ഗൈസ്. സോറി എൻ്റെ ക്ഷമിക്കണം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരേണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ കാര്യം വിട്ടുപോയി. അതുകൊണ്ടാണ്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെമോ ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അതാണ് സോറി ക്ഷമിക്കണം. പിന്നെ യെല്ലോ കളറിന് നിങ്ങൾ വിചാരിക്കണം യെല്ലോ കണ്ണാണ് ഞാൻ കയറ്റി പറഞ്ഞത്. എന്ന് വെച്ചാൽ യെല്ലോ കണ്ണെന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാമല്ലോ, പുറത്ത് സോംബി കൊണ്ട് ചീത്ത വെള്ളം ചീത്ത ഭക്ഷണം കഴിക്കണോണ്ടാണ് നമ്മൾ യെല്ലോ കളറ് കണ്ണും നമ്മൾ മുഖത്തൊക്കെ വരുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഓ ഗൈസ്, ഇവൻ ഇവിടെ കിടന്ന് എന്താണ്ട് വായത്തോളം പറയണ്ടട്ടാ. ഓക്കെ, മേജർ എന്താണ് പറയൂ, അത് ഞാൻ കേട്ടില്ലല്ലോ. കുഴപ്പമില്ല. അപ്പം ഞാൻ എന്താ പറഞ്ഞു തന്നത്, മേജർ എന്തെങ്കിലും ഗുണ പറയട്ടെ, നമുക്ക് നമ്മുടെ ഗുണങ്ങൾ വെക്കാം. ഏത് മൂഡ് നമുക്ക് ഇവനെ ചെക്കാട്ടെ. പിന്നെ യെല്ലോ ഗൈസ്, ഇവൻ്റെ കണ്ണിൻ്റെ കളർ മാറിയിട്ടാ. പിന്നെ ആദ്യം വന്നപ്പോൾ ഇവൻ്റെ കണ്ണൊരു റെഡിൻ്റെ അടിയിൽ യെല്ലോടും റെഡിൻ്റെ നടക്കണ്ട ആ കളറായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, അവനെ മാറിയിട്ട് നമുക്ക് എന്തെങ്കിലും സർവർ ബ്ലോക്കിലോട്ട് ഇടാം. അപ്പോൾ യെല്ലോ കളർ കണ്ണും സീനാണ്. ചിലപ്പോൾ അത് സോംബി ആണുള്ള ചാൻസ് ഉണ്ട്, അറിയില്ല ഗൈസ്.
പിന്നെ യെല്ലോ കളർ മഞ്ഞപ്പിത്തം മനസ്സിലായി, ചീത്ത വെള്ളം കുടിക്കുമ്പോഴുള്ള സീനാണത്. ഓക്കെ. ഓ ഗൈസ്, നമുക്ക് ഇന്നും വേറെ പുതിയ സാധനം തന്നിട്ടുണ്ട്. Normal levels. Okay. This device will help you detect infection when there aren't enough visible symptoms. Give it a try. ഓ ടെമ്പറേച്ചർ ഒക്കെ ഉള്ള സംഭവം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. സംഭവം മനസ്സിലായി. വരൂ. ആദ്യം തന്നെയുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ 152 പൾസാ, 150, 147. ഓ ചേച്ചി സീനാണ് ചേച്ചി. എടാ ടെമ്പറേച്ചർ 42, 41 41 വരെയാണ് ഷോ. 41 പൊക്കത്തൊരു ഷോകമാണ്. പൾസ് ആണെങ്കിൽ 120 തൊട്ട് ഷോകമാണ്. അപ്പം ചേച്ചി സോംബിയാണ്, ഒന്നുമില്ല. ഓക്കെ. പൾസ് ശോകം, ടെമ്പറേച്ചർ വലിയ സീനില്ല, പക്ഷെ എന്നാലും 149 ഉണ്ടാ. പിന്നെ ഇവിടെ ചേച്ചി ചായയും കടിയും കഴിച്ചിട്ടോട്ടെ ചേച്ചി, നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പം അടുത്ത ആൾ പോട്ടെ. വരുമ്പത്തിന് ഓർഡർ. എൻ്റെ സാറിന് പ്രത്യേകമായിട്ട് ഒരു ചായയും കടിയുണ്ട്. ഞങ്ങളുടെ ക്യാമ്പിലോട്ട് വരുമ്പോൾ പൾസൊക്കെ കൂടുതൽ. ഓക്കെ, ഉറപ്പിച്ച് 41. എൻ്റെ പറഞ്ഞ സാർ, അപ്പം ഞങ്ങളുടെ ക്യാമ്പിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേകം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ചായയും കടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സാർ എന്തെങ്കിലും ചായയും കടിയും കഴിച്ചിട്ട് ഞങ്ങളുടെ ക്യാമ്പിലോട്ട് സുഖമായിട്ട് കയറാമെന്നാണ്, വേറെ വിഷയമൊന്നുമില്ല സാർ വേഗം പോയിട്ട് വരട്ടെ സാർ. ഓക്കെ, അവൻ നൈസായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, ഹലോ മാഡത്തിൻ്റെ പേരും തരുന്നു മാഡം? ശ്യാമളേ. ഓക്കെ. ഓ മാഡം, പൾസ് കുറച്ച് കൂടുതലല്ലോ, ടെമ്പറേച്ചറും കൂടുതലല്ലോ. മാഡം ഇനി എന്തിനു വന്നാണ് ഇവിടെ? അപ്പൊ കാർഡ് നിന്റെ അച്ഛൻ കൊണ്ടുവരുമോ? റേഷൻ കടയിലൊന്നുമില്ല മാഡം. പൾസ് കൂളായി നമുക്ക് എന്തെങ്കിലും ക്വാറന്റൈൻ സോളായിട്ട് വിടാം. കണ്ണ് കഴിക്കുന്ന വിഷയമൊന്നുമില്ല, പൾസും അതും കുറച്ച് കൂടുതലാണ്. അപ്പം എന്തെങ്കിലും ക്വാറന്റൈൻ സോളായിട്ട് വിടാം. ഇവളങ്ങനെ വിടാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ ഗൈസ്, ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് ഇവൻ. ഓക്കെ. ഇവൻ്റെ കണ്ണ് മഞ്ഞ കളറാണ്, പിന്നെ ഫേസും ചെറിയൊരു ഇതുണ്ട്. പൾസൊന്നും കുഴപ്പമില്ല, വേറെ വല്ല ഇഷ്യൂ ഉണ്ട്? ഇല്ല. ഇവൻ നമുക്ക് വിടാന്ന് തോന്നണല്ലേ? വേറെ വല്ല ഇഷ്യൂ ഇല്ല, കാരണം ചീത്ത വെള്ളം കുടിച്ചതിന് അങ്ങനെ വല്ല സീനായിരിക്കും. മഞ്ഞപ്പിത്തം അതായിരിക്കും കൈസ്. ഇവൻ എന്തെങ്കിലും നമുക്ക് വിടാം. ഒരുത്തനോട് ഉണ്ട്. എന്താണ് അവൻ്റെ തലയിൽ ചട്ടിയാ? ഇവന് എന്തൊരു അവിടെ മുഖത്ത് എൻ്റെ തലയിലൊക്കെ അടിച്ചിട്ടുണ്ടാവോ നോക്കട്ടോ? ഇല്ല, അങ്ങനെ വലിയ സീനൊന്നുമില്ല. നമുക്ക് ഇവന് നോക്കണമെങ്കിൽ വലിയ വിഷയമൊന്നും ഇല്ല അല്ലേ? കടിയൊന്നും കിട്ടിയ പാടൊന്നും കാണല്ല. പിന്നെ ടെമ്പറേച്ചറൊക്കെ പൾസ് 93. കുഴപ്പമില്ല, വിഷയമില്ല. നമുക്ക് എന്തെങ്കിലും ഇവനെ വിടാം, വേറെ വിഷയം ഞാൻ കാണില്ല. ഓ ഗൈസ്, ഒരുത്തരുണ്ട്. ഇതായിട്ട് ലാസ്റ്റ്. സോറി, ഇതാണ് ലാസ്റ്റ് ഫൈനല്. ഏട്ടാ ഇവൻ്റെ കണ്ണ്. ഓ പൾസ് 145, ടെമ്പറേച്ചർ 40. ഓ ഗൈസ്, ഇവൻ്റെ കണ്ണ് കട്ട ചുമപ്പല്ല, പക്ഷേ എടാ സാർ ചായയും കടിയുണ്ട്. സാറിന് പ്രത്യേകം ചായയും കടി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. സാറിന് വേണ്ടിയിട്ട് പഴംപൊരിയാണ് നമ്മൾ പറയുന്നത്. പഴംപൊരിയും സമൂസ, എത്ര കടി വേണ്ട, അൺലിമിറ്റഡ് കടിയാണ്. സാറ് പോയി കടിയൊക്കെ ചെയ്യുക ഗൈസ്. ഓ ഗൈസ്, ഡേ 3 ആയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. ഇതെന്ത് ഗൈസ്, നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നോക്കത്തെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് പോവാം. അപ്പൊ അതിന് മുന്നേറിയിട്ട് നമ്മുടെ ക്യാമ്പിലേക്ക് കയറിയവർക്ക് സപ്ലൈസ് കൊടുക്കാനാ. ഇതെങ്ങനെയാണ് ഇത് സംഭവം? ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലാവുള്ള കേട്ടാ. ഇതിങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാ. ഫുഡ് ഇനി എത്ര വേണമെന്ന് 7 നോക്കി നമ്മൾ 7 പർച്ചേസ് ചെയ്ത്. ഇനി നമ്മൾ മെഡിസിൻ എത്തിക്കണം. ഇവിടുത്തെ എങ്ങനെയത്? ഓക്കെ, നമ്മൾ ഫുള്ള് 5 ഉള്ളൂ. ഓക്കെ, വേറെ എന്ത് ചെയ്യണ്ടേ? ഫ്യൂവല് 8. ലെറ്റ്സ് ഗോ. വേറെ എന്താണ് കഴിഞ്ഞോ? ഗൈസ്, നമ്മുടെ ക്യാമ്പിലുള്ളവർക്ക് നമ്മൾ തന്നെ ഫുഡ്, മെഡിസിൻ എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ആൾ പോരട്ടെ ഗൈസ്. ഞാൻ ഇവനൊക്കെയാണ് സമയം കൊണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ സബ്ബ് ഗൈസ്. അന്നാ നീ ഇവിടെ വന്നിരിക്കട, നീ വന്ന് ചെക്ക് ചെയ്യടാ. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും, ഞാൻ തീരുമാനിക്കും നീ പോകാതോ നീ വേറെ എവിടെയും പോകണമെന്ന് കേട്ടാ. പിന്നെ ശരിയാണ് പറഞ്ഞാലും പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, പൾസൊക്കെ നോർമലാണ് അല്ലേ? ഇവന് അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ, അത് നോർമലാണ്, വിഷയമില്ല. സ്ക്രാച്ചസ് നമുക്ക് തന്നെ എന്തെങ്കിലും വിടാം. ഓക്കെ ലെറ്റ്സ് ഗോ. അടുത്ത ആൾ പോരട്ടെ.
അടുത്തതൊരു പെണ്ണാട്ടോ. ലെറ്റ്സ് ഗോ. മാഡം, മാഡത്തിൻ്റെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഓ ഗൈസ്, അവൻ്റെ കണ്ണ് നോക്കി, അവളുടെ കണ്ണും ഫേസിലും ചെറിയ സ്ക്രാച്ച് ഉണ്ട്. വേറെ വിഷയമൊന്നുമില്ല, വേറെ കടികളങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓക്കെ പൾസും നോർമലാണ്. ഇവിടെ എന്തെങ്കിലും മഞ്ഞപ്പിത്തം വല്ലതായിരിക്കും. പക്ഷെ ടെമ്പറേച്ചർ എത്രയാണ് നോക്കട്ടെ, ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ. 36. ഓക്കെ, വിഷയമില്ല. നമുക്ക് എന്തെങ്കിലും ഇവിടെ അതും മഞ്ഞ ഇവിടെ എന്തെങ്കിലും നമ്മൾ ഇടാം, അല്ല മഞ്ഞപ്പിത്തമായിരിക്കും, അറിയാലോ ഗൈസ്. അപ്പോൾ അടുത്ത ആൾ വരട്ടെ. അടുത്തതും ഒരു വയസ്സായ അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ പൾസ് 142, 38, 44 വരെ വരണ്ട്. കടിപ്പാടൊന്നുമില്ല. വേറെ സ്ക്രാച്ചസ് ഉണ്ട് കേട്ടാ, മറ്റേ സൈസ് സ്ക്രാച്ച് ആട്ടാ, നോർമൽ അല്ല. അത് കട്ട്സ് ആണ്, സ്ക്രാച്ച് അല്ല, സ്കിൻ കട്ട്സ് ആണ്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ എത്രയായിരുന്നു ഇവളുടെ? ഇവിടെ 145 പൾസാ. ടെമ്പറേച്ചർ സീനാണ്. നോവേ നമുക്ക് എന്തെങ്കിലും കോർണേസോളായിട്ട് പറഞ്ഞ. പറഞ്ഞാലും നമ്മുടെ റേഷൻ കടയിൽ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അമ്മച്ചി കുട്ടീനെ കിറക്കിട്ടിട്ട് എന്ത് ചെറിയ ഭൂമിയാണ് നമ്മുടെ. അടുത്താണ് ഇവിടെ ഒബാമയെ കണ്ടിട്ട് അമേരിക്ക പോയി ബാക്കി പകരം വീട്ടിയതാണാ ലമ്മച്ചി. എടാ കണ്ടു നോക്കിയടാ. ലമ്മച്ചി സീനൊന്നുമില്ല. അമ്മച്ചി നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ ചായയും കടിയും ഇവിടെ ഉണ്ട്, വേറെ സീനൊന്നുമില്ല. ചായയും കടിയും ഇങ്ങനെ എനിക്ക് ഓർഗനൈസ് ഓൾറെഡി കയറുന്നതാണ്. വേറെ വിഷയം. ടെമ്പറേച്ചർ ഒക്കെ 160. എൻ്റെ പൊന്നളിയാ, ഒന്നും നോക്കാനില്ല. ചേച്ചി വീട്ടിൽ ചായയും കടിയും കഴിച്ചിട്ട് വാ. അമ്മച്ചി കുറച്ച് വായത്താളം കൂടുതലാണ്. അപ്പോൾ ചേച്ചിക്ക് 2 കടിയുണ്ട് കേട്ടാ. ചോദിച്ചു വാങ്ങിക്കണേ. ഓക്കെ, എൻ്റെ പൊന്നോ, അടുത്ത കണ്ണ് ചൊമ്പിച്ചിട്ട് 112, 110 പൾസ്, 36. വേറെ കടിച്ച പാടില്ല, ചെറിയ സ്ക്രാച്ച് കയ്യിൽ കാണുന്നുണ്ട്. ചേച്ചി കുഴപ്പമൊന്നുമില്ല. പിന്നെ മുഖത്തുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ചേച്ചി കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ ക്യാമ്പിലായിട്ട് ആദ്യമായിട്ട് വന്നവർക്ക് ചായയും കടിയും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ആ റൂമിൽ വരെ പോയിട്ട് അവളെ പറഞ്ഞുവിട്ടിട്ടുണ്ട് ഗൈസ്. അടുത്തത് ഗൈസ്, ഇവൻ്റെ കണ്ണൊന്നും വിഷയമില്ല കേട്ടോ. പൾസ് 190, 191. അവിടെങ്ങാണ്ടപ്പോൾ കടിച്ചിട്ടുള്ള പാടൊന്നും കാണല്ല, പൾസ് കുറച്ച് കൂടുതലല്ലേ പിന്നെ ചെറിയതുണ്ട്. നമുക്ക് വിഷയമില്ല, നമുക്ക് നേരെ ചായം കടിയും കഴിച്ചിട്ടാ ഗൈസ്. ഇത് അല്ലല്ല, ഇന്ന ആളുണ്ട്. ഓക്കെ. ഇത് കണ്ണ് വലിയ സീനല്ല. പൾസ് നോക്കണെങ്കിൽ 152, ടെമ്പറേച്ചർ 37. കയ്യിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, കാലിലൊന്നും വിഷയമില്ല. ചേച്ചിക്കപ്പം കണ്ണും പിന്നെ ടെമ്പറേച്ചർ വലിയ കൂടുതലല്ല. നമുക്ക് എന്തെങ്കിലും കോർണേഴ്സോളിലിട്ട് വിടാല്ലേ, അതായിരിക്കും ബെറ്റർ. നമുക്ക് നാളെ ആയിട്ട് നോക്കാം. അങ്ങനെ കുറവുണ്ടെങ്കിൽ വിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവിടെ സ്ഥിരം ചായം കടിയും കൊടുക്കാൻ വിടാം ഗൈസ്. ലാസ്റ്റത്തെ ആളാട്ടാ. എൻ്റെ അള്ളിയ ഇവൻ എന്താണ് ഇവന് തോക്കിട്ടെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തോക്കിട്ടിട്ട് ഗൈസ്. തോക്കിട്ട് നമ്മൾ ഇതിനകത്തൊക്കെ എനിക്ക് തോക്ക് കിട്ടിയതായിരുന്നു നമ്മുടെ ഡെമോനകത്ത്. 138, 41 ടെമ്പറേച്ചർ കുറച്ച് സീനല്ലേ ചേച്ചി. പക്ഷേ വേറൊരു ഇതില്ല കേട്ടോ, ഫുള്ള് നീറ്റ് കേള്, കണ്ണൊന്നും വിഷയമില്ല. പക്ഷെ ടെമ്പറേച്ചർ കുറച്ച് സീനാണ് അല്ലേ. 41 വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഇവളെന്തെങ്കിലും ചായയും കടിയും കൊടുക്കുക, അതാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം ഇന്നത്തെ ഡ്യൂട്ടി നമ്മുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു ഗൈസ് ചെറിയൊരു ഓൺലൈൻ സോൺ വീഡിയോ വരുന്നത്. അപ്പം ഇതിൻ്റെ പാർട്ട് വേണമെന്നുണ്ടെങ്കിലും ഡു കമൻറ്റ് ബിലോ. പാർട്ടായിട്ട് ഗൈസ് കുറച്ച് മെഡിസിനൊക്കെ ഫുഡ് ഡിസൈൻ കുറച്ച് കൊടുക്കട്ടെ ഗൈസ്. അപ്പം ഇതിൻ്റെ പാർട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ബിലോ. പിന്നെ ലൈക്ക് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഗൈസ്. സബ് ചെയ്തിട്ടെന്തെങ്കിലും സബ് ചെയ്യുക. ഗൈസ് എന്താണ് മുട്ടൻ സീൻ. വീഡിയോ എൻ്റെ ഒക്കെ വിചാരിച്ചപ്പോൾ എന്താണ് മുട്ടൻ സീൻ. ലെറ്റ്സ് ഗോ. എന്താ സംഭവം? വേവ് വണ്ണ എൻ്റെ പിന്നെ ഫുള്ള് സോംബീസ്. ഇത് കൊള്ളാട്ടി, ഇത് പൊള്ളിച്ച്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഏതാ സാധനം, ഏതാ നോക്കി, ഏതാ ലെവല്. നമുക്ക് റോഡിൽ ഇങ്ങനെ അടിക്കുക. ഗൈസ് റെഡ് കളർ ഫുള്ള് ബോംബാട്ടാ. അടുത്തിട്ട് പൊട്ടിക്കാട്ടാ. വാടാ പൊട്ടിക്കട. ലെറ്റ്സ് ഗോ. പക്ഷേ എൻ്റെ മോനെ അവിടെ എത്ര പേരാണ്. ഇവിടെ 1, 2 10, 20 അതിലും കൂടുതൽ.
പക്ഷെ എൻ്റെ പൊന്നോ. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ക്യാമ്പ്. അപ്പോൾ നമ്മുടെ ക്യാമ്പിന് നമ്മൾ വേണം പ്രൊട്ടക്ട് ചെയ്യാൻ. ലെറ്റ്സ് ഗോ ഗൈസ്. റീലോഡ് ഓടോ. ഇത് കൊള്ളാം. എൻ്റെ പൊന്നോ, എങ്ങനെ നടിക്കാട്ടോ സീൻ. ഇവിടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലെറ്റ്സ് ഗോ. വേവ് ടു. പക്ഷെ എൻ്റെ പൊന്നോ. റീലോഡ്. ഓ ലെറ്റ്സ് ഗോ. എല്ലാത്തിനും തീർക്കും ഞാൻ. ഇവിടെ ഉള്ളപ്പോൾ ഈ ഒറ്റനും എൻ്റെ അങ്ങോട്ട് ക്യാമ്പിൽ തൊടാറായിട്ടില്ല ഗൈസ്. ലെറ്റ്സ് ഗോ. തീർക്കട. ചാവട. ഇനി ബാഗിലപ്പോൾ കുറേ ഉണ്ടോ നമ്മുടെ ഇവന്. റീലോഡ് എന്ത് ഷോ കൂടാ കൊല്ലട. ഓക്കെ ലെറ്റ്സ് ഗോ. ചാവട. തിരുമ്പിരുള്ളു. ഇതൊരു കഴിഞ്ഞു തോണു. ചാവട. ഓ ഗൈസ്, വിക്ടറി. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പോണേണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഹൈപ്പ് ചെയ്യാ ഗൈസ്. ലെറ്റ്സ് ഗോ.